പലപ്പോഴും മറന്നു. നമ്മളും അതുപോലെ തന്നെയാണ്. ഒരേ ജലവും ഒരേ വായുവും ഒരേ അസ്തിത്വവും ഉള്ള നമ്മൾ കുറെ ഇലകളാണ്. നമ്മളങ്ങനെ അന്യത്വം പ്രാപിച്ചു നിൽക്കുകയാണ്. നമ്മൾ ശരിക്കും അന്യരല്ല. രണ്ടിലകൾ, ഒരേ ശാഖയിലുള്ള രണ്ടിലകൾ രണ്ടാണോ ഒന്നാണോ എന്നുള്ള ചോദ്യത്തിന് ആപേക്ഷികമായി രണ്ടാണെന്നും ആത്യന്തികമായി ഒന്നാണെന്നും പറയേണ്ടി വരും. കാരണം ഈ മരം ഉണങ്ങിപ്പോയ ഇലയ്ക്ക് പിന്നെ അസ്തിത്വമില്ല. അതുപോലെ ഈ ഒരു സത്യം, നമ്മളിലുള്ള ബോധം എല്ലാവരും ഒരുപോലെ തന്നെയാണ്, ശരീരവും ഒരുപോലെ തന്നെയാണ്, പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റ്സ് തന്നെയാണ് എല്ലാം എന്നുള്ള ബോധം നമ്മൾ പലർക്കും അറിയില്ല. പലരും നമ്മൾ ശത്രുക്കളും മിത്രങ്ങളും സ്വന്തമെന്നും വേറെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലേബൽ ചെയ്ത് പാർട്ടിയുടെ ബേസിലും രാഷ്ട്രീയത്തിന്റെ ബേസിലും റിലീജിയന്റെ ബേസിലും പലതായി തരംതിരിച്ച് നമ്മൾ ആൾക്കാരെ കാണുമ്പോഴും ഏകമാണെന്ന കാര്യം നമുക്ക് ഒരിക്കലും ഓർമ്മ വരാറില്ല. ഈ ഏകമാണെന്നുള്ള കാര്യം എന്തോ 36 വർഷം മുമ്പ് തന്നെ എനിക്കും വിനോദിനും ബോധ്യപ്പെട്ടിരുന്നു. ഞാൻ 1988 10ാം ക്ലാസ് അല്ല 90 ഞങ്ങൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഒരുമിച്ചിട്ടാണ് അന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്നതാണ്. അതിന് മുമ്പ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ആത്മബന്ധമില്ല. ഒരുമിച്ച് വന്ന അന്ന് മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ പല സ്ഥലത്താണെങ്കിലും ഞങ്ങൾ ഒരിക്കലും വേറെ ആണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയില്ല. എന്താണെന്നുള്ള എനിക്കറിയാം. ഈ വിനോദിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുമിച്ചാണ് റൂമിൽ താമസിച്ചത്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുമിച്ചായിരുന്നു, ഓരോ റൂംമേറ്റ്സ് ആണ്. പുള്ളി ഇലക്ട്രിക്കലാണ്, ഞാൻ സിവിലാണ്. അപ്പോ വിനോദിന്റെ ഒരു അന്ന് നമ്മൾ ചെറിയ കുട്ടികളാണ്. അന്നുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലെ മുതുമുത്തച്ഛന്മാരുടെ എല്ലാ ലീലാവിലാസങ്ങളും നമ്മൾക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. നേരില്ല സാറിന് കുറ്റബോധോട് തോന്നണം. ആ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും വിനോദിലുള്ള ഒരു പ്രത്യേകത നമ്മൾ അന്ന് നോട്ട് ചെയ്തത്. ഞങ്ങൾ രാവിലെ 5 മണിക്കൊക്കെ 5 മണിക്കൊക്കെ ആരും എണീക്കാറില്ല. നമ്മൾ കൂടിക്കുറച്ച് കിടക്കുമ്പോഴും ഇവിടെ അപശബ്ദങ്ങൾ, ഫ്ലൂട്ടിന്റെ അപശബ്ദങ്ങൾ രാവിലെ തന്നെ. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഓരോന്ന് പുറത്ത് കഷ്ടമാണെന്നത്. ഇദ്ദേഹം തന്നെ ഫ്ലൂട്ട്, അന്ന് ഇന്റർനെറ്റും ഇല്ല, ഒന്നുമില്ല, ഒരു സാധനമില്ല. ഇദ്ദേഹം തന്നെ ഫ്ലൂട്ട് അഭ്യസിച്ച് അദ്ദേഹം ഇപ്പോ ഫ്ലൂട്ട് കച്ചേരി നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വിശേഷമാണ് ഞാൻ പറയുന്നത്. ഒരു പുസ്തകം, ഒരു ഓഥറിന്റെ പുസ്തകം വായിച്ചു. ആ പുസ്തകം അദ്ദേഹത്തിന് നന്നായി തോന്നി, വളരെ ആകർഷണമായി അങ്ങേര പുസ്തകത്തിൽ. ആ ഓഥറിന്റെ മാനസപുത്രനാണ് അദ്ദേഹം ഇപ്പോ. ആ ഓഥറെ കൊണ്ട് 7 പുസ്തകങ്ങളിൽ കൂടെ അദ്ദേഹം പറയാൻ പാടുപെട്ടിരുന്ന കാര്യങ്ങൾ ഒരൊറ്റ പുസ്തകത്തിലാക്കി ഒരു പ്രസിദ്ധീകരണ കമ്പനി ഉണ്ടാക്കി അത് പബ്ലിഷ് ചെയ്ത ആളാണ് വിനോദ്. ശ്രീ രാധാകൃഷ്ണൻ സാറിന്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. ശ്രീ രാധാകൃഷ്ണൻ സാറിന്റെ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അന്ന് ഇമെയിലൊന്നുമില്ല. ഇമെയിലൊക്കെ അന്വേഷിച്ച് വിളിച്ച് അങ്ങേർക്ക് ലെറ്റർ അയച്ച് അങ്ങനെ റെസ്പോണ്ട് ചെയ്തില്ല. കാലങ്ങളോളം നടന്ന് ഈ കോവിഡിന്റെ സമയത്ത് അതിനു മുമ്പ് പുള്ളി പുസ്തകത്തിനെ കുറിച്ച് അവലോകനം ചെയ്ത് അതിനുശേഷം എങ്ങനെയൊക്കെയോ പുള്ളി എത്തിപ്പിടിച്ചു. പുള്ളിയുടെ ഒരു പുസ്തകം ഇംഗ്ലീഷിൽ ചെയ്താൽ എന്താണെന്നുള്ളത് പുള്ളിയുടെ അടുത്ത് ചോദിച്ചു. പിന്നെ പുള്ളിയുടെ അടുത്ത് പിന്നെ കോവിഡിന്റെ സമയത്ത് കുറച്ച് ചോദ്യങ്ങൾ, സാമൂഹികമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ചോദ്യങ്ങൾ, സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. പുള്ളി ശാസ്ത്രജ്ഞനും കൂടിയാണല്ലോ. പുള്ളിയുടെ അടുത്ത് ഡയറക്റ്റ്ലി ചോദിച്ചിട്ട് സാറിനത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ സാർ അവിടെ നിന്ന് വീഡിയോയില് വിനോദിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും അങ്ങനെ അതൊരു 43 ചോദ്യങ്ങൾ ആയിട്ട് ഒരു 43 മണിക്കൂറുണ്ട്. ആ പുസ്തകം അദ്വൈത വീക്ഷണം എന്ന് പറഞ്ഞിട്ട് വിനോദ് ഇപ്പോൾ സാറിന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ പുസ്തകം. അപ്പൊ വിനോദിന് ഇപ്പോ രാധാകൃഷ്ണൻ സാറിന് വിനോദില്ലാതെ പറ്റാത്ത സ്ഥിതിയായി മാറിയിരിക്കുന്നു. അപ്പൊ അത്രയും ആ വിനോദിന്റെ ഒരു സ്വഭാവ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പാട്ട് എഴുതും, കവിത എഴുതും, പാട്ട് പാടും, മുഴുവൻ ഓർക്കസ്ട്രയും പുള്ളി ഒറ്റയ്ക്ക് വായിക്കും. പുള്ളിയുടെ ഒരു ദക്ഷിണ എന്ന് പറഞ്ഞ ആൾക്കാണെങ്കിൽ അതിൽ ജയചന്ദ്രൻ സാറ് നമ്മൾ പാട്ടുകാരൻ ജയചന്ദ്രൻ സാറിനെ കൊണ്ട് മധുബാലകൃഷ്ണൻ, പിന്നെ മഞ്ചരി, ബിജു നാരായണ എല്ലാവരും കൊണ്ട് പാട്ട് പഠിച്ചു. ആ ദക്ഷിണ ഇപ്പൊ ഇറക്കണമെന്ന് ഞാനും എൻ്റെ ഭാര്യയും കേട്ടവരൊക്കെ ഇദ്ദേഹത്തിന്റെ കാല് പിടിച്ച് പറയാണ്. കാരണം അതൊരു
മുന്നേ പോയ പക്ഷിയാണ്, നമ്മുടെ കാലഘട്ടത്തിന്റെ മുന്നിൽ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് അത് ആൾക്കാർ ശ്രമിച്ചില്ല. അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, അത് ഇറക്കണം. അത്ര ക്വാളിറ്റിയുള്ള ഗംഭീര റെക്കോർഡിംഗ് ഉണ്ട്. ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടിന്റെ ആൽബം. വിനോദ് അതും കഴിഞ്ഞിട്ട് വിനോദം നിന്നില്ല. ഞങ്ങൾ തമ്മിലൊരു കോവിഡിന് മുമ്പ് ഞങ്ങൾ ജീവിതത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച്, അതിനു മുമ്പ് കമ്പനി വിനോദ് ISOന്റെ ഓഡിറ്ററാണ്, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയറിലുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ലീഡിങ് ട്രെയിനറാണ് പുള്ളി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കമ്പനി നന്നാക്കലും പുള്ളിയുടെ കമ്പനി നന്നാക്കലും എൻ്റെ കമ്പനി ഞങ്ങൾ രണ്ടുപേരും നേരത്തെ പറഞ്ഞ പോലെ ഒരാത്മാവും രണ്ട് ശരീരമാണെന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ഒരേ സമയത്താണ് ജീവിതത്തിൽ സംഭവിക്കുക. നല്ലതോ ചീത്തയെന്ന് പറഞ്ഞോളാം. അതായത് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞില്ല, ഞങ്ങളുടെ വീട്ടുകാർ കല്യാണം ഫിക്സ് ചെയ്തു. ഞങ്ങൾ കല്യാണം ഫിക്സ് ചെയ്തു, അത് നോക്കിയപ്പോൾ ഒരേ ദിവസമായിരുന്നു. ഒരേ ദിവസം. അങ്ങനെ ചെയ്തതിൽ കമ്പനികളിൽ ഉണ്ടാവുന്ന ഞങ്ങൾ രണ്ടുപേരും ജോലി ഉപേക്ഷിച്ചു, ഒരേ സമയത്ത് ജോലി ഉപേക്ഷിച്ചു, സ്വന്തം കമ്പനി തുടങ്ങി. സ്വന്തം കമ്പനി തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യുദ്ധം തന്നെയായിരുന്നു, എല്ലാം പ്രശ്നം. അപ്പൊ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ അങ്ങോട്ടും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് ചെയ്യും, നീ എന്ത് ചെയ്തു, നിന്റെ പ്രശ്നം വന്നപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, അത് ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു കമ്പനിയൊക്കെ ഒരു സ്റ്റേബിളായി ഒരു സെറ്റിലായി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അപ്പൊ അവിടെ വെച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഞാൻ എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം? ഇതൊക്കെ കഴിഞ്ഞു, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച് ഇതൊന്നും നമുക്കൊന്നും ഫോളോ ചെയ്യണ്ട, ആദ്യം മുതൽ നമുക്ക് നമ്മുടെ അസ്തിത്വത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് ഞങ്ങൾ അദ്വൈത വേദാന്തം മുഴുവൻ പഠിച്ചു. പുള്ളി ഗീതയിൽ കൂടെ ഞാൻ അദ്വൈത വേദാന്തം കൂടെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾക്കൊരു തലത്തിൽ ആദ്യം 36 വർഷം മുമ്പ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒരേപോലെ ചിന്തിച്ചിരുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഒരവസരത്തിൽ മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കുത്തും കോമയും ഒരു വാർക്കപ്പണിക്കാരന്റെ ആത്മകഥമാണെങ്കിലും തൃശ്ശൂരുകാരൻ ഒരു വാർക്കപ്പണിക്കാരന്റെ ആത്മകഥമാണെങ്കിലും അതിൽ വലിയൊരു ദാർശനിക സ്വഭാവമുള്ള ഒരു സംഭവമുണ്ട്. അത് ഈ കഥ ഒരു 5-6 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദർശനം കിട്ടും. അതൊരു ചെറിയ കഥയല്ല. നമ്മൾ തൃശ്ശൂർ പൂരം കാണാൻ, തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരമാണ് നമുക്ക് ഓർമ്മ വരിക. തൃശ്ശൂർ പൂരം കാണാൻ എല്ലാവരും വരും, എത്രയോ ലക്ഷം ആൾക്കാർ തൃശ്ശൂർ പൂരം കാണാൻ വരുന്നു. പക്ഷെ എല്ലാവർക്കും ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. ചിലവർക്ക് ആനക്കമ്പക്കാരായിരിക്കും, ആനപ്രേമികളായിരിക്കും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആനയുടെ പിണ്ടത്തിന്റെ മണം ഭയങ്കര ഇഷ്ടപ്പെടും. അത് സത്യം പറയാം. അപ്പൊ ആള് പറയും, ഞാൻ ഇങ്ങനെ പൂരപ്പുറമയിലൂടെ ഈ ഗന്ധം ശ്വസിച്ച് നടക്കും. ചിലവര് മേളം കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ളിൽ നമ്മൾ വാട്സാപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരാള് അല്ലെ മേളത്തിന്റെ പേരിന് വന്നിട്ട് മേളത്തിൽ ലഹരി. ചിലവര് ഈ തിക്കും തിരക്കും ഇടയിൽ സ്പർശന സുഖം അനുഭവിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. ചിലവര് ഈ പല എക്സിബിഷൻസ് കാണാൻ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് വരുന്നത് പല ഉദ്ദേശത്തിലാണ്. ഇത് കൂടാതെ ഭക്തിയുള്ള ആൾക്കാരുണ്ട്, ദൈവവിശ്വാസികളുണ്ട്, ആലപ്പുറത്ത് കോലം കാണുമ്പോൾ തൊഴുന്ന ആൾക്കാരുണ്ട്. അപ്പോ അതുപോലെ ഉള്ള ആ തൃശ്ശൂർ പൂരം അത്രയും ആൾക്കാർ വന്നിട്ട് പല കാര്യങ്ങൾ ഇതിൽ കാണുന്ന പോലെയാണ് ഈ കുത്തുകോമയം എന്ന് പറഞ്ഞ പുസ്തകം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിതാനുഭവങ്ങളെ നമ്മൾ എല്ലാവരും, അയ്യോ എൻ്റെ കുട്ടി, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി, പണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, നമ്മൾ ജീവിതാനുഭവങ്ങളെ നെഞ്ചേറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു നല്ല കഥയാണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥയാണ്. നമുക്ക് വായിച്ച കരയാണ് കുറെ നേരം. അതല്ല, ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ കഥയില്ലായ്മകൾ എന്താ ബേസിസ്, ലോജിക്ക് എന്താ? പെട്ടെന്ന് ഇരിക്കുമ്പോൾ ടീം എന്ന് പറഞ്ഞ് അത് തുടങ്ങണ തന്നെ അങ്ങനെയാണ്. ടീം എന്ന് പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുന്നത്. എന്താ ഇവിടെ കഥയുള്ളത്? ചെറുപ്പക്കാർ മരിച്ചു, 3 വയസ്സുമാരി ഇരിക്കുന്നു, ചിലർ പെട്ടെന്ന് ക്യാൻസർ, ഡോക്ടറിന് ക്യാൻസർ വരുന്നു. എന്താ കഥ? ഇതൊരു കഥയില്ലായ്മയുടെ സംഭവമാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർക്കും ഈ കഥ വായിച്ചാൽ നല്ല രസം തോന്നും. ഈ കഥയില്ലായ്മകളുടെ ഒരു കഥയാണ്. ഇതല്ല, ഇത് സത്യമല്ല, ഇതിന്റെ അപ്പുറത്തൊരു നിത്യസത്യമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളുടെ സ്പിരിച്വൽ
തിങ്കേഴ്സിനും ഇതിൽ ഒരുപാട് എടുക്കാനുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ അൾട്ടിമേറ്റ് ദർശനമായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ ഉള്ളിൽ ആഴ്ന്ന് കിടക്കുന്നുണ്ട്. അതിന്റെ ചെറിയൊരു ഹിന്റ് ഞാൻ പറയാം. നമ്മൾ ചെറുപ്പകാലത്ത് നമ്മുടെ ശരീരമാണ് മനസ്സാണെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇടക്കാലത്ത് വെച്ചിട്ട് ഈ ശരീരത്തിന് പോരായ്മകൾ വരുമ്പോൾ, അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള ടെർമിനൽ അസുഖം വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ശരീരമല്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ അല്ല ഈ ശരീരം പ്രവർത്തിക്കുന്നത്. ഈ ശരീരമല്ല ഞാൻ, ഈ ശരീരമല്ല ഞാൻ, ഈ ശരീരം എൻ്റെ അല്ല. കാരണം എൻ്റെ ആണെങ്കിൽ എൻ്റെ കൺട്രോളിലും എൻ്റെ പരിധിയിലും നിൽക്കണ്ടേ. ഞാൻ വയസ്സാവാൻ എങ്ങനെ അനുവദിക്കുന്നു? ഈ ശരീരം മരിക്കാൻ എങ്ങനെ അനുവദിക്കുന്നു? അസുഖം വരാൻ എങ്ങനെ അനുവദിക്കുന്നു? അപ്പൊ ഇത് എൻ്റെ അല്ല. ഞാൻ ഈ ശരീരത്തിലുള്ള ആളാണ്, പക്ഷെ ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ഒരു സ്റ്റേജ് എല്ലാവർക്കും വരും. ഇത് ആദ്യമേ ചിന്തിച്ച ആൾക്ക് ഇത് മനസ്സിലായിട്ട് വരും എന്നറിയാം. ചിന്തിക്കാത്ത ആളുടെ ഒരു കഥയാണ് ഈ കുത്തും കോമയിലും വരുന്നത്. അയാൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഫേസ് ചെയ്യുന്നത്. പെട്ടെന്ന് അയാളുടെ ശരീരം അയാളല്ല എന്ന് അയാൾ പല അനുഭവങ്ങളിലും കൂടെ മനസ്സിലാകും. അതൊരു കോമ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ വാചകത്തിലെ കോമയാണ് ഒരു തിരിച്ചറിവ്. ഈ കോമ കഴിഞ്ഞിട്ട്, കോമ അല്പവിരാമമാണ്, പൂർണ്ണ വിരാമമാണ് ഫുൾ സ്റ്റോപ്പ്. പൂർണ്ണ വിരാമം മൗനമാണ്. വാചകം എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുമ്പോൾ കുത്തിട്ട് കഴിഞ്ഞാൽ വാചകം കഴിഞ്ഞു എന്നർത്ഥം. പൂർണ്ണ വിരാമമായി, പിന്നെ ഒന്നും പറയാനില്ല, പിന്നെ മൗനമാണ്. പക്ഷെ മൗനത്തിന് മുമ്പ് ഒരു കോമ. കോമയിൽ എന്താ? കോമ ഒരു തിരിച്ചറിവാണ്. ആ കോമ നമ്മൾ ശരീരമല്ല, ഈ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് കോമ. ഇനി കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ ഇതിൽ തന്നെ, ഈ കഥയിൽ തന്നെ ഏറ്റവും അവസാനം ഇദ്ദേഹം ഞാൻ മനസ്സുമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഈ കാണുന്ന മനസ്സ് എന്റേത്, ഭാര്യ, അച്ഛൻ, നമ്മളെല്ലാം പ്രിയപ്പെട്ടതായിട്ട് കണ്ട സാധനം നമ്മളുടെ മുന്നിലൂടെ നമ്മളുടേതല്ലാതാകുന്ന ഒരു അവസ്ഥ ഈ കഥയിൽ വരുന്നുണ്ട്. ഇമോഷണലായിട്ട് അത് ഭയങ്കര ഹർട്ടിങ് ആണത്. പക്ഷെ ദാർശനികമായിട്ട് ഞാൻ ഈ കാണുന്ന മനസ്സുമല്ല, എന്റെ എന്ന് ചിന്തിച്ചത് എന്റെ ആയിരുന്നില്ല എന്നുള്ള ആ ഒരു ബോധം പോലും, ആ ഒരു ബോധം. അപ്പൊ ഞാൻ ശരീരവുമല്ല മനസ്സുമല്ല, അന്നാ ഞാനുണ്ട്. അപ്പൊ ഈ കഥയുടെ അവസാനം പറയുന്നത് എന്നാ ശരി കാണാം എന്നാണ് പറയുന്നത്. ഇത് ഈ 18 ചാപ്റ്ററുകളുള്ള ഈ നോവല് എനിക്ക് ഭഗവത്ഗീത പോലെയാണ് തോന്നുന്നത്. 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീത പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം അർജുനൻ വിഷമിച്ച് നിൽക്കുന്നതിന് പകരം ഇതിന്റെ 1ാമത്തെ ചാപ്റ്റർ ഇരുട്ടിലേക്ക് എന്നാണ്. ആ അവസ്ഥയിൽ നിന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഭാര്യ, നമ്മുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ നമ്മൾ നിൽക്കുന്ന ആള് 18ാമത്തെ അധ്യായം കഴിയുമ്പോൾ സ്വസ്ഥം സുഖമായിട്ട് എനിക്കിതൊന്നും കാണണ്ട, പിന്നെ കാണാം എന്ന് പറയുന്ന ആത്യന്തികമായ ഒരു സുഖത്തിലേക്ക് ആളുടെ ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ് ഈ കുത്തും കോമയും. അവസാനം കുത്താണ്. പിന്നെ ഇതാര് പറയുന്ന കഥയാണെന്ന് വെച്ചാൽ ആരാണെന്ന് അറിയില്ല. ആ പറയുന്ന ആളുടെ പേരില്ല, കഥാപാത്രത്തിന്റെ പേരില്ല. ഞാനാണ്. ആരാണ് ഞാൻ? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള അതേ ഞാൻ തന്നെയാണ്. അപ്പോ നമ്മൾ മനസ്സും ശരീരം അല്ലാതെ ഒരു അസ്തിത്വം ഉണ്ട്. ടി ജി രവി സാറിന്റെ അടുത്ത് തന്നെ പറയാം. നമുക്ക് എവിടെ ഇരിക്കുന്ന ആൾക്കാർ, നമ്മളൊക്കെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ തന്നെയാണ് 2ാം ക്ലാസ്സിൽ പഠിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും എത്രയോ മാറിപ്പോ. പക്ഷെ പറയുമ്പോൾ ഞാൻ തന്നെയാണ് 2ാം ക്ലാസ്സിൽ പഠിച്ചത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ശരീരവും മനസ്സും അല്ല, എന്ന് ഈ ബുദ്ധിയല്ല, പക്ഷെ ഞാൻ തന്നെയാണ് പഠിച്ചത്. ഈ ഞാനിത് ഒരു മാറ്റം വന്നില്ല. 75 വയസ്സായാലും ഞാൻ തന്നെയാണ് ഒന്നുണ്ടായിരുന്നു പറയുന്ന ആ ഞാനിനെ കുറിച്ചിട്ടും കൂടി ഇതിന്റെ ഉള്ളിൽ വളരെ സത്യമായിട്ട് വിനോദ് പറയാതെ പറയുന്നത്. അതാണ് ഈ പുസ്തകത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. പുസ്തകം എല്ലാവരും വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1ാമത്തെ തവണ വായിക്കുമ്പോൾ പ്രവീൺ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 5 പേജ് വായിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം തൃശ്ശൂർ ഭാഷ എഴുതി കഴിയുമ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടാണ്.
തൃശ്ശൂർ ഭാഷ എന്തിനു വിനോദ് സെലക്ട് ചെയ്തു എന്നുള്ള ചോദ്യമാണെങ്കിൽ ഈ ഭാഷ പോലെ മനോഹരമായിട്ടുള്ള വേറെ ഭാഷയില്ല. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സാധനം പോലും അറിഞ്ഞടാ ജോസേട്ടൻ പടായി പള്ളിയിലേക്ക് നടാൻ കൊണ്ടായി എന്ന് പറഞ്ഞു. എനിക്ക് തോന്നി ഇത് 2 പേജ് എഴുതാവുന്ന കാര്യമാണ്. ജോസേട്ടൻ മരിച്ച കാര്യവും പള്ളിയിലേക്ക് കൊണ്ടുപോയതൊക്കെ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും വിഷമുള്ളൊരു കാര്യം പറയുന്ന വേറൊരു ലാംഗ്വേജ് ലോകത്തിലുണ്ടെന്ന് എനിക്ക് സംശയം. അന്ന് പറയുന്ന ലാംഗ്വേജ് ടീച്ചർ സാർ പറഞ്ഞ പോലെ ഈ വാചകം വായിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഈ വാചകം വായിച്ചാൽ എന്തിനെ കുറിച്ചാണ് പറയുക, പക്ഷെ ആ പറച്ചിലാണ് അതിന്റെ മുഴുവൻ കിടക്കുന്നത്. നമ്മള് പണ്ട് തൃശ്ശൂർ ഭാഷ എന്തുട്രാ ശവിയെന്ന് അപ്പൊ കേൾക്കണവര് എന്താ വിചാരിക്കും, ഒരു പൊട്ട ലാംഗ്വേജ്, ഒരു പൊട്ട ഭാഷ. പക്ഷെ എത്രയോ ആത്മബന്ധത്തിലാണ് ആ ശവിയെന്ന് വിളിക്കുന്നത്. അത്രയ്ക്ക് സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് ആ ഭാഷ പറയുന്നത്. കാരണം അവനൊന്നും തോന്നില്ല, അവൻ ഞാൻ തന്നെയാണ്, അവനൊന്നും തോന്നില്ല അങ്ങനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ചിന്തയിലാണ് നമ്മൾ ആ ഭാഷ. കൂടുതൽ പറയുന്നില്ല, എല്ലാവരും വായിക്കണം. അതിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എത്രത്തോളം എത്തിയോ അത്രത്തോളം അത് രസിക്കാം. എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് പിന്നെയും മാറി വിശാലമാകുമ്പോൾ വീണ്ടും വായിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അത് ഒരു തിരിച്ചറിവിന്റെ എല്ലാം ഒന്നാണെന്നുള്ള തിരിച്ചറിവിന്റെ അന്ന് വരെ അത് വായിക്കും. ഈ വേദിയിൽ വന്നിരിക്കാനും സംസാരിക്കാനും ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഈ വേദിയിൽ വിനോദ് നന്ദി പറയും ഒഫീഷ്യലായിട്ട്. 1972 പറഞ്ഞാൽ ഞാൻ ജനിച്ചതാണ്. കൊല്ലം 72 എഞ്ചിനീയറിംഗ് അത്രയ്ക്ക് ആയിട്ടില്ല. അപ്പോ അത് മാത്രമല്ല, അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 72 മുതൽ 2024 വരെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച എല്ലാവരുടെ പേരും വിവരവും വീടും സംഭവവും ഒക്കെ ആ കണക്ഷൻ പെട്ടെന്ന് ആ വിളിക്ക് ഒരു അന്യത്വം ഫീൽ ചെയ്യുന്നില്ല അദ്ദേഹത്തിന്. അപ്പൊ ഒരു പുള്ളി വേറെയാണെന്ന് ആർക്കും പുള്ളിക്ക് അങ്ങനെ തോന്നലുണ്ട്. ആണല്ലേ? ഇന്നലെ ജയിച്ചതിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ടീച്ചർ സാറിനെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ പുസ്തകം എഴുതിയിട്ടുള്ളൂ. ഞാൻ വായിച്ചപ്പോ ഈ പുസ്തകം ഞാൻ 15 തവണ വായിച്ചു. കാരണം ഓരോ കരട് അയക്കുമ്പോഴും വിനോദം എനിക്ക് അയച്ചു തരും, ഞാൻ വായിക്കും. എനിക്ക് ടി.ജി. രവിയുടെ ശബ്ദമാണ് അത് ആ പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ വിനോദിന്റെ അടുത്ത് പറഞ്ഞു, ഇത് നമുക്ക് ടി.ജി. രവി സാറിനെ കൊണ്ട് ഓഡിയോ ചെയ്യിക്കണം. അറ്റ്ലീസ്റ്റ് എല്ലാം നടന്നില്ലെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ടി.ജി. രവി സാറിനെ കൊണ്ട് ഓഡിയോ. അത് ടി.ജി. രവി സാറിന്റെ ശബ്ദം തന്നെയാണ്. വിനോദ് ടി.ജി. രവി സാറിനെ ഉദ്ദേശിച്ചിട്ടാണ് എഴുതിയതെന്ന് എനിക്ക് അത്രയ്ക്ക് നമുക്ക് അതായിട്ട് തോന്നും. ചില ഡയലോഗ് പറയണത് ചേച്ചേട്ടൻ പറയണ പോലെ തന്നെ തോന്നും. അപ്പൊ നന്ദി, നമസ്കാരം.